10-13 കൊല്ലം മുന്നേ ഓട്ടോഗ്രാഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതേ ഇപ്പം കുട്ടികളൊക്കെ എഴുതലുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അന്ന് എൻ്റെ ഇത് ആദ്യത്തെയും അവസാനത്തേതാണ്. കാരണം ഇതെൻ്റെ 10ാം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫാണ്. +2 എത്തിയപ്പോഴേക്കും ഓട്ടോഗ്രാഫിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അപ്പോഴേക്കൊക്കെ ഫോൺ വന്നു, വാട്സപ്പിലൊക്കെ കോണ്ടാക്ട്സ് വന്നു. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക, ഓട്ടോഗ്രാഫൊന്നും വാങ്ങാറില്ല. ഫ്രണ്ട്സിനൊക്കെ വിളിക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ എൻ്റെ ആദ്യത്തെയും അവസാനത്തെയുമായ ഒരു 10-13 കൊല്ലം മുന്നത്തെ ഓട്ടോഗ്രാഫാണ്. ആരൊക്കെ എന്തൊക്കെയാ ഇപ്പം എന്താണ്, അന്ന് അവരൊക്കെ എന്തൊക്കെയാ പറഞ്ഞിരുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഓട്ടോഗ്രാഫ് എഴുതിയിരിക്കുന്നത്, ഓർക്കുക വല്ലപ്പോഴും, ഓർമ്മിക്കുക ഒരിക്കലെങ്കിലും ഈ നല്ല കൂട്ടുകാരനെ എൻ്റെ എല്ലാവിധ ആശംസകളും. ശ്രീ ഇപ്പം എവിടെയെന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയില്ല. ഇടയ്ക്ക് ഇപ്പോൾ ഗ്രൂപ്പിലൊക്കെ മെസ്സേജൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പോലീസാണോ ഡാ പോലീസേ? ഇപ്പം എന്താണാവോ. റഷീദ പി, സൗഹൃദം സുഗന്ധമുള്ള പുഷ്പം പോലെയാണ്. കൊഴിഞ്ഞു വീണാലും ആ ഓർമ്മകളിലൂടെ സൗരഭ്യം ഹൃദയത്തിൽ എന്നും നിറഞ്ഞു നിൽക്കും. എൻ്റെ കൂട്ടുകാരിക്ക് നല്ല ജീവിതം ആശംസിക്കുക. എന്നും നിനക്കായി ഞാൻ പ്രാർത്ഥിക്കും. എനിക്കായിട്ട് ഈ പ്രാർത്ഥിക്കുന്നു വേണ്ട, എന്നൊക്കെ ഈ ഓർക്കുന്നുണ്ടാണാവോ. ഒരു മെസ്സേജില്ല, കോളില്ല, ഒന്നുമില്ല. ആൾ ബെസ്റ്റ് ഫ്രണ്ട്സിൽ എഴുതിയത് യു നീഷ്മ ആൻഡ് ദേഷ്ന. അതിൽ ഞാനുണ്ട്. എന്നിട്ടും എന്നെ ഇപ്പോൾ ആൾ വിളിക്കാറില്ല. നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മോളെ ഒന്ന് വിളിക്കും. നിൻ്റെ നമ്പറൊന്നുമില്ല. ഞാൻ മാക്സിമം ഗ്രൂപ്പിൽ നിന്നൊക്കെ എടുത്ത് എല്ലാ ഫ്രണ്ട്സിനെയും കോൺടാക്ട് ചെയ്യുന്ന ആളാണ്. നിന്നെ അത്ര ആക്റ്റീവായി കിട്ടാനില്ല. ഉണ്ണി മുകുന്ദനും കാജലിനെയൊക്കെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ആളുകൾ. ടീച്ചർ ആവാനാണ് ആഗ്രഹം. ഇപ്പം എന്താണെന്ന് അറിയില്ല കേട്ടോ. മുഹ്സിൻ പി, എന്താ സ്റ്റുഡിയോയിൽ അനിശ്ചിതകാല സമയം, ഫോട്ടോ ചോദിച്ച സ്ഥലത്ത് എഴുതിക്കുക സ്റ്റുഡിയോയിൽ അനിശ്ചിതകാല സമരം. അന്നത്തെ ഓരോ സംഭവം കേട്ടോ. അഡ്രസ്സ് സ്റ്റാർ ബോയ്സ്, അവൻ്റെ ക്ലബിൻ്റെ പേരായിരിക്കും ചിലപ്പോൾ. ആക്ട്രസ് ലീക്ക് ബീരാൻ. ഓക്കെ. നോട്ട് സിനിമ ഒന്നും കാണാറില്ലാത്ത വളരെ ദീനിയായ ചെക്കനായിരുന്നു പോലും അന്ന്. ഇപ്പം എന്താണ് അവസ്ഥ? അംബീഷൻ ഗോയിങ് ടു സ്വർഗം. സിനിമ ഒക്കെ കാണാതെ നിൽക്കുന്നത് സ്വർഗത്ത് പോകാനായിരിക്കില്ലേ. ഓക്കേടാ മുസിനെ, എന്തൊക്കെ എഴുതി നോക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹൃദയം തുറക്കാത്ത 10ാം ക്ലാസ് വിജയാശംസകൾ. നിനക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. എന്താന്നാണ് അത്, ഹൃദയം തുറക്കാത്തതോ? ദേ ഈ തത്തമ്മയാണ് പോലും ആള്. ഓക്കെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. പുല്ല് തേടി അലയുന്ന ആടിനെ പോലെ മാർക്ക് തേടി അലയുന്ന ദൈവം കാക്കട്ടെ. ഇരട്ട പേരാണ്. ഈ പേര് എങ്ങനെ എനിക്ക് വീണതെന്ന് എനിക്കറിയില്ല കേട്ടോ. ആരട്ട് അറിയില്ല, 2 അക്ഷരേ ഉള്ളൂ. എന്താ അതിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ ഓരോ പേരുകൾ. അംബിഷൻ പട്ടാളാണ് കേട്ടോ. നിസാമുദ്ദീൻ കെ.സിയെ പട്ടാളാണ് കേട്ടോ, മറക്കണ്ട. അപ്പം ഇനി അടുത്തത് മുനവിറ റിസ്വാന. എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ്. എന്താ പറയുക, ഇപ്പം എന്നായിട്ട് അത്യാവശ്യം കോണ്ടാക്റ്റൊക്കെ ഉള്ള, ഒരുപാട് തിരക്കിലോട്ട് നമ്മളൊക്കെ പോയല്ലോ, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ വല്ലപ്പോഴേക്ക് മെസ്സേജ് അയക്കുന്ന ഒരു ഫ്രണ്ടാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓർക്കാനും ഓമനിക്കാനും ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച് എവിടെയോ മറയുന്ന സുന്ദരി കുട്ടിക്ക് എൻ്റെ മനസ്സിലും ഹൃദയത്തിലും സ്വപ്നത്തിലുമുള്ള 1000 SSLC വിജയാശംസകൾ. ഡോണ്ട് ഫോർഗെറ്റ് മീ. ഒരിക്കലും മറക്കില്ല. പക്ഷെ എന്നെ സുന്ദരി കുട്ടി എന്ന് വിളിച്ച് അന്നത്തെ എൻ്റെ കോലം എനിക്കെന്നെ ഓർക്കാൻ മടിയുള്ള സമയമായിട്ട്. അതൊക്കെ ഇപ്പോഴും വലിയ മെച്ചത്തിലൊന്നല്ല, പക്ഷെ എന്നാലും ഒരു അന്ത് കുന്തില്ലാത്തൊരു പൊട്ടിപ്പെണ്ണേനി ഞാൻ. ഓക്കെ. ആൾക്ക് അംബീഷൻ MBBS. മിസ് ഡോക്ടർ അല്ല, മിസ്സിസ് ഡോക്ടർ എവിടെയാണ്? പക്ഷേ ആളിപ്പോൾ എന്തൊക്കെയോ കോഴ്സൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഓരോരുത്തർ നമ്മൾ ആ 10ാം ക്ലാസ്സിലത്തെ വൈബായിരിക്കില്ല +2 എത്തുമ്പോൾ. അപ്പോൾ അത് ചിന്തകൾ മാറും. +2 കഴിയുമ്പോൾ വേറെ ചിന്തകളാകും. അപ്പോൾ അന്ന് എഴുതിയ ഡ്രീം ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് എല്ലാവരെയും കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഒരു തിരിഞ്ഞു നോട്ടം നല്ലതാണല്ലോ. ഓക്കെ. അടുത്തത്, ഓർമ്മയുണ്ടെങ്കിൽ എന്തിനാടി ചിതലരിക്കുന്ന ഓട്ടോഗ്രാഫ്. ഓർമ്മിക്കാനാണെങ്കിൽ എന്താ ചിതലരിക്കാതെ നോക്കണേ. ബൈ ശരത്ത്. ഇല്ലടാ, ചെതലൊന്നും അരിച്ചില്ല. മോള് ചെറുതായിട്ടൊന്ന് പാട് പറിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലെങ്കിലും ഇവരൊന്ന് ഓർക്കാൻ ശരിക്കും നമുക്ക് ഓട്ടോഗ്രാഫിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം അത്രയും നമുക്ക് ഒരുപാട് മെമ്മറീസ് തന്ന ബാക്ക് ബെഞ്ചേഴ്സിനെ ഒരിക്കലും നമ്മൾ മറക്കില്ല. ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോശമായിട്ടല്ല കാണേണ്ടത്. സത്യം പറഞ്ഞാൽ അവരെ കയ്യിലാണ് നമ്മളെ സ്കൂൾ ലൈഫിൻ്റെ സോൾ തന്നെ കിടക്കുന്നത്. മെമ്മറീസ് അധികം കിടക്കുന്ന അവരെ റിലേറ്റ് ചെയ്തിട്ടേക്കാണ്. പഠിക്കുന്ന കുട്ടികളെ അത്യാവശ്യം ആ പഠിപ്പി എന്നിട്ട് അങ്ങനെ ഓർക്കും. ഈ മിഡിൽ കിടക്കുന്ന പല കുട്ടികളെയും ഫേസ് നമ്മൾ മറന്നു പോകും. പക്ഷേ ശരത്തിനൊന്നും
മറക്കാൻ പറ്റില്ല. കാരണം അത്രയും എന്താ പറയുക, സംഭവ വികാസങ്ങൾ നമ്മളെ സ്കൂളിൽ ഉണ്ടാക്കുന്ന കൂട്ടത്തിലായിരുന്നു അവരൊക്കെ. വളരെ നിക്നെയിം കുട്ടൻ, അംബീഷൻ ആടുജീവിതം ഗൾഫ് പോകാനാ, അമ്പമ്പാ, ഹോബി പുല്ല് തിന്നുക. ഇതെന്ത് സംഭവം അറിയോ, ഈ ഓട്ടോഗ്രാഫ് ഇത് വേറെ ആരൊക്കെ ഉണ്ടെങ്കിൽ എഴുതിച്ചാ തോന്നുന്നത്. അവർക്ക് തന്നെ പണിയെടുത്തിട്ടാണ് അവരെ കുറിച്ചിട്ട് തന്നെ അവർ, അല്ലെങ്കിൽ സ്വയം ട്രോൾ ചെയ്താവൂലേ, അറിയില്ല. നോക്കാം. അടുത്തത്, പ്രണയത്തെക്കുറിച്ച് പാടിയ കവികളൊന്നും തന്നെ സൗഹൃദത്തെ പറ്റി പാടിയില്ല. കാരണം അവരുടെ ഭാവനയ്ക്കും എത്രയോ അപ്പുറത്താണ് ഫ്രണ്ട്ഷിപ്പ്. മുഹ്സിനെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്, ഇപ്പം ഈ ഓർമ്മയുണ്ട്. കോണ്ടാക്ട്സ് കുറവാണ്, എന്നാലും ഓർമ്മയിലുണ്ട് കേട്ടോ. അവിടെ എനിക്കിട്ട് ട്രോളിയിട്ടുണ്ട്, നിന്നെപ്പോലെ ഡേശാകണം. ഇന്നെല്ലാവരും ഇനിയിപ്പോൾ ഈ ഇതിലാണ് റിവീൽ ചെയ്യണോ വേണ്ടല്ലേ, എൻ്റെ ടൈറ്റ് പേരാണ്, അല്ലെങ്കിൽ വേണ്ട, പിന്നെ പറയാം. എന്തിന് HM വരെ എന്നെ അങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു. അത്രയും പോപ്പുലറായിരുന്നു എൻ്റെ ഇരട്ടപ്പേര്. എന്താ, സംതിങ് ഇൻ യുവർ സ്മൈൽ സ്പീക്ക് ടു മീ, സംതിങ് ഇൻ യുവർ വോയിസ് സിങ് ടു മീ, സംതിങ് ഇൻ യുവർ ഐസ് സേ ടു മീ ദാറ്റ് യു ആർ എ ഡിയറസ്റ്റ് ടു മീ. ദേഷ്ണ, ആകാശം കാണാതെ പുസ്തകത്തിൽ ഒളിപ്പിച്ചു വെച്ച മയിൽപ്പീലി പോലെ നീ എന്നും എൻ്റെ ഹൃദയത്തിലുണ്ടാവും. SSLC വിജയാശംസകൾ. രേഷ്ണ അത്യാവശ്യം നല്ല ഒരു ഫ്രണ്ടാണ്, കോണ്ടാക്ട് ഉണ്ട്. വിട പറയുമ്പോൾ ഒന്ന് മാത്രം, എന്നെ ഓർക്കണം എന്ന വാക്കു മാത്രം, പൊടി പിടിച്ച ഓർമ്മകളും ഇടയ്ക്കിടെ തട്ടി നോക്കുന്നത് പോലെ. കിഷോറൊക്കെ എവിടെയാണാവോ, അതിനൊക്കെ എന്നെ ഓർക്കുന്നുണ്ടോന്നാവോ, പക്ഷെ എനിക്ക് ഓർമ്മയിലുണ്ട് കേട്ടോ. ഇടയ്ക്ക് വല്ലപ്പോഴും കാണുന്ന ഒരു ഫ്രണ്ടിൽ ഒരാളാണ്. വേൾഡ് ഈസ് റൗണ്ട് ഈസ് സീറോ ഈസ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ദീപക് എന്താണാവോ എഴുതിയത്, മെക്കാനിക്കൽ എൻജിനീയർ ആണ് ദീപക്. എന്താ അറിയില്ല, ആയിരിക്കും. അത്യാവശ്യം ലക്ഷ്യബോധം പഠിക്കുന്നൊക്കെ ഒരു പഠിപ്പിയായിരുന്നു. ആളിപ്പോൾ എന്താ ചെയ്യുന്ന അറിയില്ല. ജംഷിദ KP, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. സ്നേഹമുണ്ട്, വിരിയുന്ന പൂവിൽ തേനുണ്ട്, പിരിയുന്നതിന് ദുഃഖമുണ്ട്, പിരിയാതിരിക്കാൻ നിവർത്തിയില്ല. ബൈ ജംഷി. ഉയരങ്ങളിലേക്ക് പറക്കുന്ന മാടപ്രാവെ, ചിറകുകൾ തളരാതിരിക്കട്ടെ. അന്നൊക്കെ ഈ ഫ്രണ്ട്സിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കും. ഈ ചിത്രം കണ്ടോ, അക്ഷരങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു ചിഹ്നം പോലെയൊക്കെ. ഈ ബ്രാൻഡൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കും, ബെഞ്ചിലൊക്കെ ഇങ്ങനെ വരച്ചിടും. അതുപോലെ അവളെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ J ഉണ്ട് തോന്നുന്നു, M² ഒക്കെ ഉണ്ട്, അപ്പോൾ 2M ഉണ്ടായിരിക്കും, H ഉണ്ട്, T ഉണ്ട്. അപ്പം ആരൊക്കെയാണെന്നൊക്കെ ഓർക്കുക. ഓക്കെ. ഹിസാന VP, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. 1000 വർഷം നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ നമ്മുടെ ഈ സൗഹൃദം നിലനിൽക്കട്ടെ. നിനക്ക് എൻ്റെ SSLC വിജയാശംസകൾ. ആളെ കോണ്ടാക്ട്സ് ഒന്നുമില്ല. കോണ്ടാക്റ്റ് ഉണ്ട്, ഇടയ്ക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ലാത്ത തിരിക്കലും കോണ്ടാക്ട്സ് ഉള്ള ഫ്രണ്ട്സിലുള്ള ആളുകളാണ് അവരൊക്കെ. പിന്നെ എടാ, എന്തായാലും നിൻ്റെ അംബീഷൻ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ, IAS ആവാനൊക്കെ. അന്ന് ഇതേപോലെ ഈ ഷിഹാബ് സാർക്കൊക്കെ നമ്മൾ 6th പഠിപ്പിച്ച കളക്ടർ ഷിഹാബ് സാർ. അപ്പോൾ സാറിനൊക്കെ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾക്ക് IAS ഒക്കെ ആവാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, ഒക്കെ മൂഞ്ചിപ്പോയി. ജീവിതത്തിൽ പല സാഹചര്യത്തിൽ നമ്മൾ പല മാറ്റങ്ങൾ വരുമല്ലോ. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് തിരിഞ്ഞ് അന്നത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതൊക്കെ നല്ലതാട്ടോ. ഡിയർ കെഫി, ചുട്ടുപൊള്ളുന്ന സൂര്യനേക്കാൾ നല്ലത് നിലാവുള്ള ചന്ദ്രനെയാണ്. ഭംഗിയുള്ള മുഖത്തേക്കാൾ നല്ലത് സ്നേഹമുള്ള മനസ്സാണ്. എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ലവ് വിഷസ് ബൈ മാജിമോൾ. മാജിക്കും ആഗ്രഹം MBBS ആണ്. ഡോക്ടർ ഇപ്പോൾ എവിടെയാണാവോ, ഒരു കോണ്ടാക്ട്സും ഇല്ല. ഇനിയിപ്പോൾ ഡോക്ടർ ആയോണാവല്ലേ, എനിക്ക് തോന്നുന്നു ആയിട്ടില്ല. ഇടയ്ക്കപ്പോയോ ഞാൻ കണ്ടിട്ടുണ്ട്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അസ്തമിക്കാനായി ഉദിക്കുന്ന സൂര്യൻ, അണയാനായി കത്തുന്ന ദീപം, വാടാനായി വിരിയുന്ന പൂക്കൾ, പിരിയാനായി ഒന്നിക്കുന്ന നമ്മൾ. എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ഉയർച്ചയിൽ പോകും തളർന്നു
പറന്നുയരാൻ ലക്ഷ്യത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ ഷാഹിറ ബാനു. ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡേ ബർത്ത്ഡേ വെച്ചപ്പോൾ നെക്സ്റ്റ് ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതേപോലെ ഉയർന്നു പറക്കാൻ സാധിക്കുമോ അംബീഷൻ. നീതു ടീച്ചർ എല്ലാവരും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ ബെസ്റ്റ് ടീച്ചർ എഴുതി കൊടുത്ത് നീതു ടീച്ചർ. ആളൊരു ഗസ്റ്റ് ടീച്ചർ ചെയ്യുന്നു കേട്ടോ ബയോളജിക്ക്. ഞങ്ങൾ 10th വന്നത്. പക്ഷേ വളരെ കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ ആ ഒരു കുട്ടികളെ ആ ഒരു വൈബ് പിടിക്കാൻ ആ ടീച്ചർക്ക് പറ്റി. അത് ശരിക്കും ഒരു ടീച്ചർ സക്സസ് ആണ്. ഒരു ഗസ്റ്റായിട്ട് വന്നിട്ട് ടീച്ചേഴ്സിനെ ആ ഒരു ഇത്തിരി കാലത്തിൻ്റെ ഉള്ളിൽ കുട്ടികളെ മനസ്സിൽ കയറുക പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അല്ലേ. ടീച്ചർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ടീച്ചറെ ഒത്തിരി കുട്ടികളെ പ്രിയപ്പെട്ട ടീച്ചറായിരുന്നു ടീച്ചർ. ഉദിക്കുന്ന സൂര്യനേക്കാൾ നിലാവുള്ള ചന്ദ്രനാണ്, ഭംഗിയുള്ള മുഖത്തേക്കാൾ നല്ലത് സ്നേഹമുള്ള മനസ്സാണ് ജാസിനെ ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ഗൾഫിലൊക്കെ ആയതുകൊണ്ടാണ്. പക്ഷെ എന്നാലും എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അംബീഷൻ പെണ്ണ് കെട്ടുക. പെണ്ണ് കിട്ടി. ജാസിൻ്റെ വൈഫ് ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ. ഹോബി വെറുതെ നടക്കുക. ഫ്രണ്ട്സ് എല്ലാവരും ഫ്രണ്ട്സാണ് കേട്ടോ. ആക്ടർ ജാസിൽ ഓൻ തന്നെ ആക്ടറായിട്ടാണ് തോന്നുന്നു പോലും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. പുതിയ ഓർമ്മകൾ ഓടി വരുമ്പോൾ പഴയ ഓർമ്മകൾ ഓർക്കാൻ മറക്കരുത്. നിസാം. SSLC വിജയാശംസകൾ. ഇതിലുണ്ട് മറ്റേ വെള്ളക്കളി തോണി ഉണ്ടല്ലോ, അതിലുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തേടി പിടിക്കണമായിരിക്കും. വെറുതെ ഓരോ കോമഡികൾ. ലോക്കോ പൈലറ്റ് ആവാനാണ് നിസാം പി. ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും എല്ലാവരും നന്നായിരിക്കട്ടെ. ഓൾ ആർ മൈ ഫ്രണ്ട്സ്. ഓക്കെ. ഡിയർ കഫീല അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ പേര് നിങ്ങൾക്കൊക്കെ അരീബ എന്നല്ലേ അറിയാം. എനിക്ക് 10th വരെ എൻ്റെ പേര് കഫീല എന്നായിരുന്നു. അപ്പോൾ ആ സ്റ്റോറി ഞാൻ പിന്നീട് പറയാം കേട്ടോ. ഡിയർ കഫീല, സ്നേഹത്തിൻ്റെ വെള്ളരി പാത്രത്തിൽ കണ്ണുനീർ പൊയിഞ്ഞാലും യഥാർത്ഥമായി സ്നേഹിക്കുന്നവരെ ഒരിക്കലും മറക്കരുത്. ഷിസ്മി എൻ്റെ ക്ലാസ്സിലല്ലായിരുന്നു, അപ്പുറത്തെ ക്ലാസ്സിലായിരുന്നു. അതിന് മലയാളം അറബി അങ്ങനെ വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ലൊരു ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. എൻജിനീയർ ആവാനാണ് ആഗ്രഹം. റീഡിങ് ഒക്കെയാണ് ഓരോ കാര്യങ്ങൾ. സൂര്യനൊക്കെ തമിഴ് മലയാളത്തിനേക്കാളും തമിഴ് ഒന്ന് ട്രെൻഡായി വന്ന കുറച്ച് സമയമായിരുന്നു തോന്നുന്നു ആ ഒരു സമയം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. SSLC എന്ന മഹാസമുദ്രത്തിൽ കഫീല എന്ന തോണി മറയാതെ മറുകരയിലെത്തട്ടെ ബാബു. മിഥിലാജ് പി. ഇത് പറയുമ്പോഴേ ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു ഇടിപ്പാണല്ലേ. മറുകരയിൽ എത്തട്ടെ എന്നൊക്കെ പറയുമ്പോൾ അന്ന് വായിക്കുമ്പേ ഇപ്പം അതൊക്കെ ഒരു കോമഡി ആയിരുന്നു. ബ്ലഡ് ഗ്രൂപ്പ് CH3. എന്തുവാടാ അത്. വെയിറ്റ് 500, ഹൈറ്റ് 3000. അംബീഷൻ എന്നെ കാണാതിരിക്കാനാണല്ലോ എൻ്റെ അംബീഷൻ. ആയിക്കോട്ടെടാ, അതുകൊണ്ടൊന്നും ഇപ്പം കാണുന്നില്ലല്ലേ. എവിടെയാണാവോ. എന്താ ഹോബി? എന്താ ഫുഡ് കഴിക്കലായിരിക്കും ഉദ്ദേശിച്ചത് തോന്നുന്നു. ഫോട്ടോ ഇന്നലെ തരാം. ഇവരൊക്കെ എന്താ ഇങ്ങനെ. അന്ന് അതൊക്കെ ട്രെൻഡ് ചെയ്ത് തോന്നുന്നു. അതൊക്കെ രസമായിരുന്നു. എന്താ അവിടെ ഇത് ക്രിയേറ്റീവായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നതിൻ്റെ ഒരു സംഭവമായിരുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിനക്കായി SSLC ഫുൾ A+ വിജയാശംസകൾ. വേണ്ട. റാസിക്ക് ഫുട്ബോൾ, കാർ പൈലറ്റ്. ഇതൊക്കെയാണ് ഓരോരുത്തരുടെ അവസ്ഥകൾ. പുതിയ ഓർമ്മകളെ വരവേൽക്കുമ്പോൾ പഴയ ഓർമ്മകളെ മറക്കാതിരിക്കുക. ബൈ ഷെമിമോൻ. ഉമ്മ വഴക്ക് പറയുന്നു. ഫോട്ടോൻ്റെ അവിടെ എഴുതിക്കുക ഉമ്മ വഴക്ക് പറയുന്നു. ബ്ലഡ് ഗ്രൂപ്പ് അറിയില്ല. വെയിറ്റ് 0001, ഹൈറ്റ് 0002. ഹോബി ടൂർ പോവാൻ. ഓൾ ഓഫ് ഫ്രണ്ട്സ്. നീ പഠിച്ചൊരു ടീച്ചറാകും. ഞാൻ പഠിച്ചൊരു ടീച്ചറായാലാണ് പോലും അവന് അതായിരിക്കും ബെസ്റ്റ് ടീച്ചർ. ഇതെൻ്റെ ഓട്ടോഗ്രാഫ് എടുത്തിട്ട് എൻ്റെ ഇത്താത്ത എനിക്ക് ഓട്ടോഗ്രാഫ് എഴുതിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ് ചെയ്യിച്ചൊന്നല്ല, പക്ഷേ ആളെൻ്റെ ഓട്ടോഗ്രാഫ് എടുത്ത് ഞാൻ അറിയാതെ എഴുതി വെച്ചതാണ്. എന്നിട്ട് നമ്മൾ നിർബന്ധിച്ച് എഴുതിച്ച പോലെ എഴുതിയത് നോക്കട്ടോ. മെമ്മറീസിൽ ജീവിക്കാനാ ഈ ഓട്ടോഗ്രാഫ്. നീ എന്നും എൻ്റെ ഈ മൂന്തായല്ലേ കാണുന്നത്, പിന്നെന്തിനാണ് തിണ്ടി ഈ ഓട്ടോഗ്രാഫ്? പോയി നന്നായി പഠിച്ച് ഫുൾ A+ വാങ്ങിക്കോ. അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് എഴുതിയത്. പിന്നെ അതൊക്കെ എഴുതി കുറിച്ചാണ്. എന്തൊക്കെയാ അഡ്രസ്സ് തൻ്റേത് തന്നെയാ കപ്പിയാരെ. എനിക്ക് ഹോബി ആൺപിള്ളേരെ വായി നോക്കുക. ഇതൊക്കെ നെസിമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെയോ സ്റ്റിക്കറൊക്കെ എഴുതി.
അങ്ങനെയൊക്കെ ഒരു കാലം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ആദ്യം നിനക്ക് അവനെ പേടിയായിരുന്നു, പിന്നെ നിനക്ക് അവനോട് ഇഷ്ടമായി. അവന് വേണ്ടി നീ എത്രയോ രാത്രികൾ ഉറങ്ങാതെ കാത്തിരുന്നു. അവസാനം അവൻ നിന്റെ അടുത്തെത്തിയിരിക്കുന്നു. SSLC എക്സാമിനേഷൻ വല്ലാത്ത ജാതി. ഞാൻ തെറ്റിദ്ധരിച്ചു. പ്രിയ സുഹൃത്തിന് ഓരോ മയത്തുള്ളിയും കൈവിട്ടു പോകുമ്പോൾ മേഘങ്ങൾ അറിയാതെ വേദനിക്കുന്നുണ്ടാവും. തേങ്ങുന്ന മനസ്സോടെ ഒരേ ഒരു വാക്ക്, നീ എന്നെ മറക്കരുത് എന്ന് നവാസ്. നല്ലൊരു ഫ്രണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും നല്ലൊരു ഫ്രണ്ടായിട്ടുണ്ട്. നിലാവുള്ള രാത്രിയിൽ ആകാശത്തെ നോക്കിയിരിക്കുമ്പോൾ ഒരു നക്ഷത്രം നിന്നെ നോക്കി പറയും, കേറിപ്പൊടി അകത്ത്. അന്ന് ഇതൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന കാര്യമായിരുന്നു. എന്തായാലും ഓർക്കാൻ നല്ല രസമുണ്ട്. ഫാത്തിമ ഷഹാന, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വിജയദീപങ്ങളുമായി വിദ്യാലയ പടിയിറങ്ങുന്ന വിദ്യാർത്ഥി, നിനക്കെൻ്റെ വിജയാശംസകൾ. വല്ലാത്തൊരു വിധിയായിപ്പോയി. ഹിസാനത്ത് പി, എടുക്കാൻ മറന്നു. ഫോട്ടോൻ്റെ അവിടെ എഴുതി വെച്ചൊക്കെ എടുക്കാൻ മറന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എത്ര സ്നേഹം നൽകിയാലും അത് തിരിച്ചു കെട്ടുമെന്ന് വിചാരിക്കരുത്. ആത്മാർത്ഥ സ്നേഹം മാത്രമേ എന്നെന്നും നിലനിൽക്കൂ. ഹിസാന. വിവാഹത്തിന് വിളിക്കാൻ മറക്കരുത്. എൻ്റെ വിവാഹത്തിന് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോട് പറയാണ്, റിയലി സോറി. കൊറോണ സമയത്തിലായതുകൊണ്ട് നിങ്ങൾ ആരും വിളിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ നിങ്ങളൊക്കെ ഏകദേശം ആളുകളോടൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രൂപ്പിലൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു. പക്ഷേ വിളിക്കാൻ പറ്റിയില്ല. റിയലി സോറി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. മറക്കില്ലെന്ന വിശ്വാസത്തോടെ, ഇനിയും കാണുമെന്ന പ്രതീക്ഷയോടെ, കണ്ണിൽ നിന്നുള്ള കണ്ണീരോടെ, ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തോടെ, ഷിബില. ജഡി ഇതൊക്കെ ഇപ്പം എവിടെ? ഇത്രയും സ്നേഹമൊക്കെ ഉണ്ടോ? ഓട്ടോഗ്രാഫ് മാത്രമേ ഉള്ളൂ തോന്നുന്നു. എവിടെയാണാവും? അതിലെ ഇമെയിൽ ID ഒക്കെ ഒക്കെ എന്നെ ട്രോളിക്കൊണ്ടാണ് എഴുതിയത്. എൻ്റെ എനിക്ക് കുറേ ഇരട്ടപ്പേരുകളുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. എന്തിനെ HM വരെ ഇരട്ടപ്പേരെന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ വായിക്കല്ലേ. അംബീഷൻ കപ്പിയിൽ തൂങ്ങൽ, ഹോബി കപ്പി വലിക്കൽ, പിന്നെന്താ അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ ഇമെയിൽ ID അത് കപ്പിയാർ കൊണ്ടുപോയി. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. പക്ഷെ എനിക്ക് ശരിക്കും അവരെ അത് വിളിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ അന്നൊക്കെ. ഇപ്പം അങ്ങനെ ആരും ഇപ്പോഴും വിളിക്കലുണ്ട്. ആ ഫ്രണ്ട്സൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ അന്നത്തെ കാലം. അതൊരു വേറെ രസം. ഓക്കെ. കാലം എന്നെ ഇല്ലാതാക്കിയേക്കാം, എന്നാൽ കാലത്തിന് ഇല്ലാതാക്കാൻ കഴിയാത്ത ഒന്നുണ്ട്, എൻ്റെ മനസ്സ്. ആ മനസ്സിൽ ഒരു കോണിൽ എന്നും നീ ഉണ്ടാവും. നല്ലൊരു ഫ്രണ്ടായിട്ട്. ബൈ അമീർ. അവനൊക്കെ എവിടെയാണാവും? പച്ചപ്പുല്ലുകൾ നിറഞ്ഞ മൈതാനത്തിലേക്ക് മാൻകുട്ടികളെ മേയാൻ വിടുന്നത് പോലെ കല്ലുവെട്ട് കുഴികൾക്കുള്ളിലെ മുതുവല്ലൂർ സ്കൂളിലേക്ക് നിന്റെ ഉമ്മ വിടുന്നത് സ്നേഹിക്കാനല്ല മോളെ, മറിച്ച് ഭാവി ഹസ്ബൻഡിനെ സെലക്ട് ചെയ്യാനാണോ? ബാസിമോൻ. വെള്ളം കുടിക്കുമ്പോഴെങ്കിലും എന്നെ ഓർക്കണം, ഉമ്മാനോട് ചോദിക്കാൻ മറക്കരുത്. എന്താപ്പം ഞാൻ പറയാം, വെള്ളം അവൻ്റെ പച്ചവെള്ളം നയിന്നു എൻ്റെ ടൈറ്റ്. അപ്പോൾ അങ്ങനെ വെള്ളം കുടിക്കുമ്പോഴെങ്കിലും എന്നെ ഓർക്കണം. പക്ഷേ എനിക്കിതിൽ ആ ഒരു സ്കൂൾ മെമ്മറി മൊത്തം ഈ ഒരു ഓട്ടോഗ്രാഫിൽ കിട്ടുന്നുണ്ട്. അന്ന് വളരെ സിമ്പിളായി എഴുതിയതാണെങ്കിൽ എനിക്ക് വളരെ ക്രിയേറ്റീവായി തോന്നിയൊരു ഓട്ടോഗ്രാഫാണ്. ശരിക്കും പറഞ്ഞാൽ കല്ലുവെട്ട് കുഴിക്കുള്ളിലെ ഒരു സ്കൂളാണ് ഇതിലൊരു സ്കൂള്. 2 സൈഡിലും കല്ലുവെട്ട് കുഴികളാണ്. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയുള്ള ഒരു സ്ഥലത്ത്, നല്ലൊരു കുന്നിൻ്റെ മേലെയാണ്. സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആ കല്ലുവെട്ട് കുഴികളൊക്കെ എന്നും ഓർമ്മയിലുണ്ട് കേട്ടോ. വല്ലാത്തൊരു സന്തോഷം. ആ ഒരു ഓട്ടോഗ്രാഫ് വായിച്ചപ്പോൾ കിട്ടിയൊരു വേറൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. ഉദിക്കും സൂര്യനെ കാണുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ ഈ പ്രിയ സുഹൃത്തിനെ. ഓർക്കുമ്പോഴേ അവളിനെ ഓർക്കുന്നു. ഷെമീന. അവൾക്ക് എവിടെയെന്ന് പോലും എനിക്കറിയില്ല. ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ആളെ തിരഞ്ഞിട്ട് നമ്പർ വിട്ട പാട് ഞങ്ങൾക്കേ അറിയുള്ളൂ. ഓളാണ് സൂര്യൻ ഉദിക്കുമ്പോഴൊക്കെ എന്നെ ഓർക്കും പറയുന്നത്. ആയിക്കോട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. കല്യാണത്തിനെങ്കിലും വിളിക്കാൻ മറക്കരുത് കേട്ടോ. നാസിഫ്. കല്യാണത്തിന് ആരെയും വിളിക്കുക. ഹോബി കളിക്കുക.
അംബീഷൻ പോലീസാണോന്നാവോ, ആയിരിക്കും ചിലപ്പോൾ, നോക്കാം. അടുത്തത് നീഷ്മ കേക്ക്, എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയാം. ഡിയർ എന്താ, മയമേഘ കുളിരിൽ മായുന്ന എൻ മലരെ, നിൻ കനവുകൾ എന്തേ പ്രണയിക്കാതെ മയവില്ലായി മറഞ്ഞു. ആൾ കവിയ, നമുക്കത്ര കൂടില്ല. പള്ളിമണി അടിച്ചു നടക്കാതെ SSLCക്ക് 2 അക്ഷരം പഠിക്കണം കപ്പ്യാരെയാണ്. അംബീഷൻ ഫോട്ടോഗ്രാഫി, മോളെ ഓർക്കുന്നുണ്ടോ അല്ലേ ഫോട്ടോഗ്രാഫി? ഹോബി ഫോട്ടോഗ്രാഫി, വായി നോക്കൽ. വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, അമീർ സുഹേൽ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. പുല്ല് തേടി അലയുന്ന മാന്യെ പോലെ, മാർക്ക് തേടി അലയുന്ന നിന്നെ പോലെ, നിനക്കായി SSLC വിജയാശംസകൾ. ബെസ്റ്റ് ഓഫ് ലക്ക്. നിക് നെയിം ഇല്ല, അഡ്രസ്സിനോ പോസ്റ്റിയോ. പട്ടിണി ഇല്ലാതെ ജീവിക്കലാണ് എൻ്റെ അംബീഷൻ. ഫുട്ബോള് ഒക്കെ നല്ല കോമഡി. പശയില്ല, ഫോട്ടോൻ്റെ അവിടെ എനിക്ക് പശയില്ല, അത് വെറൈറ്റി ആയിരിക്കും. യു ഓൾ ദ ബെസ്റ്റ്. SSLC എന്ന മഹാസമുദ്രത്തിൽ അരീബ എന്ന കൊച്ചു തോണി മറിയാതെ ഉന്നതമായ വിജയത്തിൽ മറുകരയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ ഷംനാഷറിൻ. പരിശ്രമമായിരിക്കില്ല ഉദ്ദേശിച്ച്, പരിശ്രമമാണ് വിജയത്തിൻ്റെ രഹസ്യം. ഉദിക്കുന്ന സൂര്യനേക്കാൾ നല്ലത് നിലാവുള്ള ചന്ദ്രനാണ്. ഭംഗിയുള്ള മുഖത്തേക്കാൾ ബാക്കി ഞാൻ പറയുന്നില്ല. അജ്മൽ അവൻ്റെ സ്റ്റോറി ഞാൻ വേറെ പറയാട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അവനെനിക്ക് ലീഡറേ എന്ന് വിളിക്കാനാണ് ഇഷ്ടം. ആ ഒരു കൊച്ചു പ്രായത്തിലെ ആ സ്റ്റോറി ഞാൻ വേറെ പറയാം. അജ്മലെ നിൻ്റെ സ്റ്റോറി ഞാൻ പറയട്ടെടാ. പക്ഷെ എനിക്ക് വളരെ ക്യൂട്ട് മെമ്മറീസിലൊന്നാണത്. അംബീഷനൊക്കെ മാരേജൊക്കെയാണ്. പെണ്ണ് കിട്ടിയോടാ നിനക്കൊക്കെ ഇപ്പം. ഒരുപാട് ഓർമ്മകൾ തന്നെ. നിന്നോടൊരു വാക്ക് ഒരിക്കലും മറക്കരുത്. ബൈ ഡോഗോ. അത് നമ്മളെ അഭിഷേകാണ് കേട്ടോ. കോണ്ടാക്ട്സ് ഒന്നുമില്ല, എന്നാലും ഇടയ്ക്കപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. വിനീഷ് കെ, കരയുമ്പോൾ ചിരിക്കുന്നതല്ല സൗഹൃദം, കാണാതിരിക്കുമ്പോൾ ഓർക്കുന്നതാണ് സൗഹൃദം. സൗഹൃദത്തിനെ കുറിച്ച് വളരെ ഡെഫിനിഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻജിനീയറിംഗ് ആണ് ആൾക്കിഷ്ടം. ഇപ്പം എന്താണെന്നറിയില്ല. പിന്നെ അങ്ങനെ ഫോട്ടോക്ക് നോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ തരില്ല പോലും. നിന്നെ പോലൊരു സുഹൃത്ത് ഹൃദയത്തിൽ പുഞ്ചിരി നിറച്ച സമ്മാനമാണ്. അത് എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകൾ തരുന്നു. കുറച്ച് സമയത്തേക്കല്ല, ജീവിതകാലം മുഴുവൻ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. റോസ് ലൈൻ. സന്തുൽ. ഇവരൊക്കെ ഈ പറഞ്ഞ മാതിരി അംബിഷൻ എന്താ പറയുക, സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിക്കൽ. പനങ്കുരു തീറ്റി സ്വയം ട്രോൾ. അവനെ കുറുക്കൻ എന്നൊക്കെയാണ് ഞങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ തന്നെ അവനെ ട്രോളുന്നുണ്ട്, പനങ്കുരു തീറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഇങ്ങനെയുള്ളവരെ നമ്മൾ ചിലപ്പോൾ മറക്കില്ല, കാരണം അവർ ഒരുപാട് മെമ്മറീസ് നമ്മളെ ലൈഫിൽ തന്നിട്ടുണ്ടാവും. ശരിക്കും ഈ ബാക്ക് ബെഞ്ചേഴ്സാണ് ഓരോ ഒരു സ്കൂൾ ജീവിതത്തിൻ്റെയൊക്കെ സോള്. വളരെ സത്യം കേട്ടോ. പ്രതീക്ഷയാണ് ജീവിതം, പ്രാർത്ഥനയാണ് സമാധാനം, സ്നേഹമാണ് ബന്ധം. SSLC വിജയാശംസകൾ. മുഹമ്മദ് അഫ്സാഹക്ക് ഇപ്പം എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയില്ല. ഹോബീസ് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഇപ്പം എന്താണ് ഇപ്പോഴത്തെ കരിയർ എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ഇത് പറയുന്നത് എന്തിനാണോ, ഹോബീസ് പറയുന്നത് അത് നമ്മൾ ഓർമ്മിപ്പിക്കാനാണ്. അന്ന് നമ്മളങ്ങനെയൊക്കെയാണ്. ഞാനൊക്കെ എന്താ പറഞ്ഞിനി IAS ആകുന്നൊക്കെ. ഇപ്പം എന്താ നടക്കുന്നത്. പക്ഷെ അതൊരു കുറവല്ല കേട്ടോ. ജീവിതത്തിൻ്റെ പല സാഹചര്യത്തിലും നമ്മുടെ ഡിസിഷൻസ് മാറിയതായിരിക്കാം, പിന്നെ സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നീ എൻ്റെ കണ്ണുനീരാണെങ്കിൽ നിന്നെ നഷ്ടപ്പെടാന്നതോർത്ത് ഞാൻ ഒരിക്കലും കരയില്ലായിരുന്നു. ബൈ MS. ഒരിക്കലും മറക്കാത്ത ഓർമ്മക്കായി. ബുദ്ധിക്കാവും. നുസ്രിയ കേക്ക്. ഈ നുസ്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളെനിക്ക് വല്ലപ്പോഴും ഒരു ഹായ് ഒക്കെ ആയിക്കോട്ടോ. എന്നൊരു 10 കൊല്ലം 10 കൊല്ലം എന്നല്ല, എന്നാലും ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടേക്കാളും നമ്മളയച്ച മറുപടി നോക്കാം. എന്നിട്ട് വീണ്ടും ഒരു ഹായ് അയക്കും. അത് കഴിഞ്ഞൊരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളയച്ച മറുപടികൾ ഇങ്ങനെ നോക്കും. അങ്ങനത്തെ ഒക്കെ ഒരു. പക്ഷെ എന്നാലും ഹായ് അയക്കാനുള്ളൊരു ഓർമ്മയിലെങ്കിലും നമ്മളൊക്കെ ഉണ്ടെന്ന് നടക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. വിഷ് ഓൾ ദ ബെസ്റ്റ്. കോട്ടകൾ തുറന്ന് വിജയത്തിൻ്റെ വെളിച്ചം തേടി പോകുന്ന നിന്നെ നാഥൻ കാക്കട്ടെ. ഷിഫാന. വിവാഹത്തിന് വിളിക്കാൻ മറക്കരുത്. റിയലി സോറി. കൊറോണ ചതിച്ചു ഗൈസ്.
വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നീ എന്ന സ്നേഹസാഗരത്തെ എനിക്ക് സമ്മാനിച്ച ദൈവത്തിന് നന്ദി. വരപ്രസാദം പോലെ വീണു കിട്ടിയ നിന്റെ സ്നേഹത്തിന് ജന്മങ്ങളുടെ ആയുസ്സുണ്ടാകട്ടെ. വല്ലാത്ത ജാതി. സഹലാജി ബിൻ, ഓ മൈ ഗോഡ്, ഇങ്ങനെയൊക്കെ മുട്ടിക്കാനായിട്ട് ഫോട്ടോ തരില്ല. ഹോബി മണി അടിക്കുക. കപ്പിയേരെ ട്രോൾ ചെയ്താ. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. പറക്കാൻ കൊതിക്കുന്ന കൗമാരപ്രായത്തിൽ മധുരമൂറും സ്വപ്നങ്ങൾ കണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഒരിടം എനിക്ക് നൽകണേ. ഗുഡ് ബൈ നുസ്രിയ. ഇത് ആ പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ കേട്ടോ. നുസ്രിയൻ്റെ ഓട്ടോഗ്രാഫ് ഇതായിരുന്നു. ഓക്കെ, ജുവേരിയാസി. വസന്തത്തിൻ്റെ നൊമ്പരപ്പൂക്കൾ മിന്നി പ്രകാശിക്കുന്ന നീല നക്ഷത്രമേ, നിന്റെ ഹൃദയം പരിശുദ്ധമാണെങ്കിൽ, നിന്റെ വാക്കുകൾ സത്യമാണെങ്കിൽ, നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല സഹോദരി. എവിടെയാണ് സഹോദരി, എൻ്റെ പൊന്നു സഹോദരി, നീ ഇപ്പോൾ എവിടെയാണ്? നിന്നെ കുറിച്ചിട്ടൊന്നും ഒരു അഡ്രസ്സും ഇല്ല. പണ്ടൊക്കെ ഞാൻ മെസ്സേജ് അയക്കാറൊക്കെ ശ്രമിച്ചിരുന്നു. പിന്നീട് എപ്പോഴോ ഞാനിങ്ങനെ ജീവിതത്തിൻ്റെ പല തിരക്കുകളിലും അവൾ കൈവിട്ട് ദൂരോട്ട് പോയി. എന്നിട്ട് പറയാണ് അവൾ എന്നെ മറക്കൂലെന്ന്. ഹോബീസ് ഡ്രീംസ് ആണ് കേട്ടോ. സ്വപ്നം കാണലായിരിക്കും. അംബിഷൻ IAS കാരി എന്നെ പോലെ തന്നെ അല്ലേ. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഡിയർ കപ്പിയർ, എനിക്ക് ആ പേര് കേൾക്കുമ്പോൾ ഇപ്പോൾ ചിരിയാ വരിക. ബെസ്റ്റ് ഓഫ് ലക്ക്. തിരിച്ചറിയാതെ പോയ സ്നേഹത്തിൻ്റെ വേദനകൾ മറക്കാം, ബട്ട് അറിഞ്ഞിട്ടും തള്ളിക്കളഞ്ഞ സ്നേഹത്തിൻ്റെ വേദന കാലം ഓർമ്മപ്പെടുത്തും. SSLC വിജയാശംസകൾ ബാനുമോൾ. എന്തൊക്കെയാണ് റബ്ബേ. അസ്തമിക്കുന്ന സൂര്യനേക്കാൾ നല്ലത് നിലാവുള്ള ചന്ദ്രനാണ്. ഭംഗിയുള്ള മുഖത്തേക്കാൾ നല്ലത് സ്നേഹമുള്ള മനസ്സാണ്. നിഷാദ് എവിടെയാണാവും? എവിടെയാണോന്നല്ല, വാട്സപ്പിലൊക്കെ കാണാറുണ്ട്. ഇപ്പം എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയില്ല. ഒരുപാട് കുട്ടികൾ ടീച്ചർ ആരെയാണ് ഇഷ്ടം എന്നൊക്കെ ചോദിക്കുമ്പോൾ നീതു ടീച്ചർ ഗസ്റ്റ് ആയിട്ട് വന്നതാണ്. ആ ടീച്ചറെ എനിക്ക് ഒരു ഓട്ടോഗ്രാഫിൽ നിന്നും ഗോഡ് ബ്ലെസ് യു നീതു ടീച്ചർ. പക്ഷെ എനിക്കത് വളരെ സ്പെഷ്യലാണ്. എനിക്കത് സ്പെഷ്യലാണ്. എനിക്ക് അത്രയും സ്പെഷ്യലാണ് ആ ഓട്ടോഗ്രാഫ്. കാരണം ടീച്ചർ വളരെ കുറച്ച് സമയത്തിൽ വന്നിട്ട് ഒരു ബയോളജി പറഞ്ഞ സബ്ജക്റ്റിനെ നമ്മളെ ഉള്ളിലോട്ട് എടുക്കാൻ, ഒരു പക്ഷേ ഞാനൊക്കെ ഇപ്പോൾ ഈ നഴ്സിംഗ് ഫീൽഡിൽ നിൽക്കണമെങ്കിൽ എൻ്റെ ഈ ഒരു ബേസ് അത് ടീച്ചർ തന്നതായിരിക്കും. എല്ലാ ടീച്ചേഴ്സും ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ്. അങ്ങനെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഓട്ടോഗ്രാഫൊക്കെ ഉണ്ടാവില്ലേ? നിങ്ങൾ ഓട്ടോഗ്രാഫിൽ കിട്ടിയ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള മെസ്സേജ്, ഈ ഒരു ഓട്ടോഗ്രാഫ് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഓട്ടോഗ്രാഫ് എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.